അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് ഒഴിച്ച് വെക്കാം. നെയ്യൊന്ന് ഒരു പറ്റ കണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം വറുത്തെടുക്കാൻ. പിന്നെ നമുക്ക് 3 ഈത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒപ്പം ചുമന്തി കിട്ടും നമുക്ക് കോരിയെടുക്കാം. നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ട് ഇത് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ ലേശം ഉപ്പ് വേണം, നല്ലപോലെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സവാള അവിടെ വറവായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ വറുത്തെടുത്ത് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മസാല ഉണ്ടാക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 2 സവാള അരിഞ്ഞതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്ത് കൊടുക്കാം കേട്ടോ. ഇത് കിടന്ന് വഴങ്ങും. നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ കഴിച്ചു കൊടുക്കും. അതങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇറക്കി കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാൻ കുറച്ച്. ഇറച്ചി വേവിച്ച വെള്ളമാണ്. വെള്ളം ലേശം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇറച്ചി പൊരിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേവിച്ച് പൊരിച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാട്ടോ, ഒന്ന് സെറ്റാകും. അപ്പോൾ തുറന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലിയരിയും പുതിനയും കറിവേപ്പിലയും നമ്മുടെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പിൽ നിന്നും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചില്ല അതിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കും. കുറച്ച് ഇറച്ചിയുടെ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് വയ്ക്കാനാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇത് ഓയിലാണ് ഒഴിക്കുന്നത്. പട്ടയും ഇറച്ചിപ്പട്ടയും കുരുമുളക്, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ഇല ഇട്ട് കൊടുക്കാം, ബിരിയാണി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഒരു 3 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാനാണ്. അപ്പൊ എത്ര വേണമെങ്കിലും ഒഴിക്കാം വെള്ളം. അരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. അരി വെച്ചതാണ്. ഇനി വേവട്ടെ കേട്ടാ ചോറ്. വിസിലിടുന്നില്ല. അപ്പൊ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കണ്ട. വാർത്തെടുത്തിട്ട് വരും തന്നെ. നമ്മുടെ ഇറച്ചി മസാല ആക്കിയത് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മേലെ ഈ ചോറിട്ട് കൊടുക്കും. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തത് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ്. അപ്പൊ ഇത് ലേശം ഇതിന്റെ ചോറിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് കൊത്തമല്ലി ചപ്പും പുതിനയും ഒക്കെ വെച്ചു. ഇനി ചോറിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിയുടെ വെള്ളം കുറച്ചുണ്ട് ബാക്കി. അപ്പൊ അത് ഇതിന്റെ മേലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പിന്റെ വെള്ളം കുറച്ചും കൂടി ഉണ്ട് അരച്ചതിന്റെ. അപ്പൊ അത് തിരി ഒഴിച്ചു കൊടുക്കാം. കൊത്തമല്ലി ചപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള അണ്ടിപ്പരിപ്പും. നമുക്ക് മൂടി വയ്ക്കാം കേട്ടാ. അത് പാകത്തിന് വേവാവട്ടെ. ചെറിയ സിമ്മിലിട്ടാൽ മതി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാട്ടാ. നമുക്ക് പാത്രത്തിലേക്ക് പാക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.